ഇന്ന് നമ്മളുള്ളത് അജ്മാനിലെ അൽസോറ എന്ന് പറഞ്ഞൊരു പാർക്കാണ്. ഇവിടെ നമുക്ക് ബോട്ടിങ്, അതുപോലെ തന്നെ കുറച്ച് വൈബായിട്ട് ഇരിക്കാൻ, ചിക്കൻ ചൂടാൻ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ്. നമ്മളെ കസിൻസ് ഫാമിലി കാര്യങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഒരു കാഴ്ച മാറിയിട്ട് നമ്മൾ അജ്മാനിലോട്ട് വന്നിരിക്കുകയാണ്. അജ്മാലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല രസമാണ്. ഈവനിങ് ടൈം ആണ്, നല്ല രസം. ഉച്ചക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലാക്കാരം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഈവനിങ് ടൈം തന്നെയാണ്, അതിൽ സംശയമില്ല. കാരണം ഇപ്പോൾ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്, നല്ല ക്ലൈമറ്റാണ്, ചൂടായിട്ടില്ല. അതുകൊണ്ട് നല്ല, ഇവിടെ ഈ ഭാഗത്ത് ആൾറെഡി നല്ല തണുപ്പുണ്ട്. ഞാൻ ദുബായിലായിരുന്നു, പക്ഷേ ദുബായത്തെ അപേക്ഷിച്ച് ഇവിടെ തണുപ്പുണ്ട്. നമ്മൾ അപ്പോൾ ഔട്ടിങ്ങിന് പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഫാമിലി ആയിട്ടാണ്. ഇതുകളുടെ കുട്ടിയത്ത്, ഇത് നമ്മുടെ മുഹമ്മദ്. ഇന്നത്തെ യാത്രയിൽ മെയിനായിട്ടുള്ളത് ലിഫ്റ്റ് വന്നു. ലിഫ്റ്റിൽ കയറി വരൂ. Yes. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ അജ്മാനിലെ ചൈന മാള് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മാളാണ്. കാരണം ഇവിടെ എല്ലാ ഐറ്റംസുകളും ചീപ്പസ്റ്റ് റേറ്റിന് കിട്ടും, എല്ലാ ഐറ്റംസും കിട്ടും. കുറച്ച് വലിയ മാളാണ്. ഏകദേശം അറൗണ്ട് ഒരു 2000 ഷോപ്പുകളിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മളതിൻ്റെ പുറം കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. നല്ല ഈവനിങ് ടൈം, ഇങ്ങനെ വെയിലിങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയിലിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അജ്മാനിലുള്ള ഫെസ്റ്റിവലാണ്. ഇതിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. മീൻസ് എക്സിബിഷന്മാർ, ഒരുപാട് സംഭവങ്ങൾ കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷെ നല്ല തിരക്കാണ്. ഇവിടെ നിന്ന് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട്. സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത്. ഈ ഈദ് വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ പുതിയ പിന്നെ അജ്മാൻ്റെ അടുത്ത പിന്നെ വലിയ പ്ലാന്റ് ഇതൊക്കെ. പിന്നെ അപ്പുറം കണ്ടോ? അപ്പുറമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കോ? അങ്ങനെ നമ്മൾ അൽസോറ പാർക്കിലെത്തി. നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് ആ പാർക്കിങ് കണ്ടാൽ തന്നെ അറിയാം, നല്ല തിരക്കാണ്. കാരണം ഇത് വെക്കേഷനല്ല, നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നമ്മൾ ആ ഒരു റഷ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. ഈവനിങ് ടൈമിലാണ് ആളുകൾ കൂടുതൽ വരിക. അങ്ങനെ നമ്മൾ പാർക്കിംഗ് തിരഞ്ഞിങ്ങനെ നടക്കണം. എല്ലാ ഭാഗത്തും ഫുള്ളാണ് പാർക്കിങ്. അപ്പോൾ നമുക്കുള്ള പാർക്കിങ് എടുത്ത വണ്ടി പോയി. അങ്ങനെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ പാർക്കിങ് കണ്ടിട്ടുണ്ട്. ഇതാണ് അജ്മാൻ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ആ ഒരു ദുസോഹ പാർക്കിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് വെളിച്ചക്കുറവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വെളിച്ചക്കുറവിലാണ് നമുക്ക് ഈ ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുക. നല്ല തണുത്ത കാലാവസ്ഥയാണ്, നല്ല ഇളം കാറ്റ് വീശുന്നുണ്ട്. ശരിക്ക് നല്ലൊരു ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മളെ സൂം എന്ന് പറഞ്ഞൊരു മൃഗശാലയൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻ്റ് ഉള്ളിൽ ആളുകൾ ഫുഡ് കഴിക്കുന്നു. ഇതാണ് എൻ്റെ കസിന് പെങ്ങള്. ഇതാണ് നമ്മുടെ മിൽഷ ഫാത്തിമ.
വളരെ മനോഹരമാണ്. ഇവിടെ മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ബോട്ടിൽ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നല്ല ടണ്ടൽക്കാടിൻ്റെ സൈഡിലൂടെ അങ്ങനെ ബോട്ടിലൂടെ ഉള്ള കാഴ്ച. എന്താണ് ഇവിടുത്തെ അഭിപ്രായം? എന്താണ്? എന്ത് ഉഷാറല്ലേ? എങ്ങനെയുണ്ട് കാണാന്നൊക്കെ? എങ്ങനെയാണ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഷാർജയില്, ഈ ഭാഗത്ത് ഫസ്റ്റ് ടൈം. നമ്മളെന്താ പറയാ, എറണാകുളത്ത് നമ്മളെ ഇതില്ലേ മറൈൻ ഡ്രൈവ്, അതുപോലെ സെറ്റപ്പ്, ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വന്ന അനുഭവം. പറഞ്ഞത് കറക്റ്റ് ആണ്. അതേ ഒരു ഫീൽ ഉണ്ട് അല്ലേ? മറൈൻ ഡ്രൈവും ഇത് വ്യത്യാസമുണ്ട്. അതല്ല പറയാ, നമ്മളാ ഒരു ഫീൽ ഉണ്ടല്ലോ പെട്ടെന്ന്, ആ ഒരു ഇതിലാണ്. മിൽഷ, എങ്ങനെയുണ്ട് നമ്മള് അജ്മാലിലെ ഈ സ്ഥലം? അടിപൊളിയാ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് കാണാനൊക്കെ? എങ്ങനെയാണ്? മൂന്നാമത്തെ എത്രാമത്തെ? മൂന്നാമത്തെ? ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പറഞ്ഞു. അതൊക്കെ എവിടെ? അവിടെ ഒരു ബോട്ട് ഉണ്ട് ഇപ്പൊ. അതവിടെ ഉണ്ട് അല്ലേ? കാണുന്ന നമ്മളാ ബോട്ടിൽ പോകും. നല്ല നല്ല വൈബ് ഉണ്ട് അല്ലേ? നല്ല വൈബ് ഉണ്ട്. അവിടെ കുറച്ച് ഫ്ലാറ്റ് ഒക്കെ വൈബ് ആയിട്ടുണ്ട്. അവിടെ കുറെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. രണ്ടും ഇഷ്ടമാണ്. നാട്ടിലാണ് കൂടുതൽ ഇഷ്ടം? ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ് ഇഷ്ടം കൂടുതൽ? രണ്ടും രസമാണ്. നാട്ടിന്റെ വൈബ് അല്ലേ? നാട്ടിലാ പച്ചപ്പ് ആ ഭാഗം, പിന്നെ ഇവിടെ കറങ്ങല ഒരു ഭാഗം. ഇവിടെ ഇതാ പച്ചപ്പ്. പച്ചപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ നാട്ടിലുള്ള അത്ര പച്ചപ്പില്ല അല്ലേ? ഇവിടെ ഫുള്ള് മരുഭൂമിയാണ് അല്ലേ? എവിടെ നോക്കിയാൽ മരുഭൂമിയാണ്. എവിടെയൊക്കെ ഉള്ളു ഇങ്ങനെ ആയിട്ടുള്ളൂ. ശരി. അങ്ങനെ നമ്മൾ ജംഷാദ് ബ്രോൻ്റെയും മിൽഷയുടെയും ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ ബോട്ട് സഫാരിയിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരം ഏകദേശം രാത്രിയായി, 7 മണി 7:30 ഏകദേശം ഒരാൾക്ക് ബോട്ടിന് ചാർജ് വരുന്നത് 5 ദിർഹമാണ്. 5 ദിർഹം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ ഒരു 10-20 മിനിറ്റോളം ഒന്ന് സ്പീഡിൽ ബോട്ടിൽ നമ്മൾ ഈ ടണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോയി വരും. ഏകദേശം സ്റ്റാർട്ടായി. ഡ്രൈവർ ഒരു മിസിരിനോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത കാലാവസ്ഥയാണ്. നല്ല ബോട്ട് സഫാരിക്ക് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞത് ഈ ഒരു സമയമാണ്. കുറച്ചും കൂടി നമ്മൾ വഴുകിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡിലും ഈ ടണ്ടൽക്കാടുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഈ പക്ഷി സങ്കേതം, ഒരുപാട് പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ ഒരുപാട് പക്ഷികൾ, അങ്ങനെയുള്ള നല്ല നല്ല പറവകളൊക്കെ ഇവിടെ വന്ന് വിദേശ പക്ഷികളൊക്കെ വരാറുണ്ട്. കാരണം ടണ്ടൽക്കാട് ആൾറെഡി ഇതുവരെ ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ്, ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് നമ്മളെ അജ്മാലിലെ ഗവൺമെൻറ് തന്നെയാണ്. കാരണം ഈ ടണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധവായു ലഭിക്കുവാനും മഴയൊക്കെ ഉണ്ടാകാനൊക്കെ നമുക്ക് സഹായിക്കുന്ന. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ വീണ്ടും തിരിച്ച് ദുബായിലോട്ട് തന്നെ പോവുകയാണ്. അവരുടെ ഫാമിലി ഇവിടെ അജ്മാലിൽ സെറ്റിൽഡാണ്. ഫാമിലി ഇവിടെ നിൽക്കും. ഞാൻ നേരെ ദുബായിലോട്ട് പോവുകയാണ്. ഡബിൾ ഡേക്കർ ബസ്സാണ് കാണുന്നത്. ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബസ്സിൽ എന്ന് പറഞ്ഞാൽ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ഒരു ബസ്സാണ്. അത്യാവശ്യം നല്ല ആളുകൾക്ക്, ഏകദേശം ഒരു 100-100 ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്നുകൊണ്ട് യാത്ര ചെയ്ത് പോകാം. നല്ല, അതായത് നമ്മളൊരു ട്രെയിനിലിരുന്ന് പോകുന്ന ആ ഒരു ഫീലാണ്. നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര പുറപ്പെടുകയാണ് ദുബായിലോട്ട്. അതായത് അജ്മാലിൽ നിന്ന് ദുബായ് യൂണിയൻ ബസ് സ്റ്റേഷനിലോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. നമ്മൾ യൂണിയനിലെത്തി. നമ്മുടെ യാത്രയുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈദ് മുബാറക്.